നമസ്കാരം. മുറിപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലെ ഫലപ്രവചനങ്ങൾ അത് കർണേക്ഷി ഉപാസനയിലൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. നല്ലതൊന്നുമല്ലല്ലോ പറയാൻ കഴിയുക. പൂർവ്വജന്മത്തിലെയും പൂർവികമായതും ഇപ്പോൾ അനുഭവിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി അനുഭവിക്കാൻ പോകുന്നതുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ സ്വയം ദുഃഖിക്കാറുണ്ട്. പലതിനും പരിഹാരങ്ങളൊന്നുമില്ല. തലക്കേവേരി പോയി കുളിക്കാനും, കുക്കി സുബ്രഹ്മണ്യത്തിലെ സർപ്പസംസ്കാര പൂജ ചെയ്യാനും, തിരുവണ്ണമലയിൽ പോയി നടക്കാനും, പിന്നെ ശനിയുടെ പിടുത്തമുണ്ടെങ്കിൽ തഞ്ചാവൂർ കുംഭകോണത്തെ ശനീശ്വര ക്ഷേത്രത്തിലുള്ള പരിഹാരങ്ങളും ഒക്കെ പറയാനേ കഴിയുള്ളൂ. മനുഷ്യനാൽ ചെയ്തു കൂട്ടുന്ന പൂജ പരിഹാരങ്ങളെക്കാൾ നല്ലത് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്യുന്നതാണ് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് അത്തരം ക്രിയകൾക്കാണ് ഞാൻ മുൻതൂക്കം കൊടുക്കാറുള്ളത്. ഞാൻ ഇന്നലെ അവിടെ ഫലം പറഞ്ഞ കൂട്ടത്തിൽ മാതാപിതാക്കളുടെ ഒരുപാട് ദുഃഖങ്ങൾ കണ്ടു. ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്ന മകൾക്ക് മക്കൾക്ക് രഹസ്യബന്ധങ്ങളും ആ രഹസ്യബന്ധങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ വിവാഹം കഴിക്കാം. പക്ഷേ നമ്മൾ ഏതിനും ഗ്രഹങ്ങൾ പിഴച്ച ബന്ധങ്ങൾ, ഗ്രഹപ്പിഴയുള്ള ബന്ധങ്ങൾ ജീവിതത്തിനെ താറുമാറാക്കും. പ്രണയബന്ധങ്ങളിൽ 99% 99.9 ആൾക്കാരും പൂർവ്വജന്മ ശത്രുക്കളാണ്. വ്യത്യസ്തമായ ചിലതുണ്ടാകാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഒരച്ഛനും മകളും വരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് മരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആകാംക്ഷയോടുകൂടിയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മകളെക്കുറിച്ച് അറിയാനല്ലേ വന്നത്? അതെ, മകളെക്കുറിച്ച് അറിയണമെങ്കിൽ മകൾ വരണം. അപ്പുറത്ത് ജ്യോതിഷം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ശ്യാമുണ്ട്. അദ്ദേഹത്തിന് ജ്യോതിഷം നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം ഗ്രഹനില അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നന്നായി പറഞ്ഞു തരും. പക്ഷേ ഇവിടെ കർണേക്ഷി ഉപാസന എൻ്റെ കാതിൽ പറഞ്ഞാൽ മാത്രമേ, ആരാണോ വരുന്നത് അവർ ഒരു രൂപ നാണയം വെച്ചാൽ മാത്രമേ എനിക്കിതിൻ്റെ ഫലം പറയാൻ പറ്റൂ. ഇപ്പം തന്നെ രാവിലെ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ ഞാൻ നിജപ്പെടുത്തിയതിൻ്റെ ഒരു കാരണം എൻ്റെ ചെവിയിൽ അത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. എത്ര കാലം ഇതിങ്ങനെ പറയാൻ പറ്റും എന്നെനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ രാവിലെ 8 മണി മുതൽ 1 മണി വരെ പറയാൻ ശ്രമിക്കാറുണ്ട്. പറഞ്ഞ ഫലങ്ങളൊന്നും തെറ്റില്ല, 100%. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന അർത്ഥം, കഴിഞ്ഞ ആഴ്ച ഈ പിതാവ് വന്നപ്പോൾ അദ്ദേഹം ജാതകം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, എനിക്ക് ജാതകം ജ്യോതിഷം ഇതൊന്നും എനിക്കറിയില്ല. നേരെ യോഗ എഴുതാൻ പോലും അച്ഛാന്ന് എഴുതിയാൽ 2 തെറ്റ് വരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് താന്ത്രമാന്ത്രികങ്ങൾക്കൊന്നും എനിക്ക് വലിയ അറിവില്ല. ഇല്ലയെന്ന് ഞാൻ പറയില്ല. അതൊന്നും അറിവുകളായിട്ട് എന്നിൽ വന്നു ചേർന്ന ഞാൻ എന്നാൽ പ്രത്യങ്കര ഉപാസനയും പൂജകളും ഒക്കെ ചെയ്യും. പ്രത്യങ്കരയും ധൂമാവതിയും ബഹളാമുഖിയും ചിന്നമസ്തയും ഒക്കെ ചെയ്യും, ഭദ്രവാളിയും ഒക്കെ ചെയ്യും. പക്ഷേ അതാണോ ശരി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, അത് ഫലം കൊണ്ട് ആൾക്കാർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നു എന്നറിയുമ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, ഏതാണ് എൻ്റെ ശരി. കാരണം ഒരുപാട് 1000കണക്കിന് മന്ത്രങ്ങളുണ്ട്. ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ പൂർവ്വജന്മം അനുസരിച്ച് ഭൗതിക ജീവിതത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് കടന്നു കയറി ഉപാസകനായിട്ട് മാറി. അതൊക്കെ നശിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിനൊന്നും നാശം സംഭവിക്കില്ല. ഒരാളുടെ ശരീരം നശിപ്പിക്കാം, ഒരാളുടെ മാനസികമായ അപഖ്യാതിയും കൊടുത്ത് നശിപ്പിക്കാം. പക്ഷേ ഒരിക്കലും ഒരാളുടെ മനസ്സിൻ്റെ ശക്തി നശിപ്പിക്കാൻ പറ്റില്ല, ഉപാസന ശക്തി നശിപ്പിക്കാൻ പറ്റില്ല. ഇന്നലെ എന്നെ കാണാൻ വന്ന ഒരു യുവതി പറഞ്ഞ പോലെ, ഭർത്താവ് വരില്ല. അതെന്താ? ഭർത്താവിന് അങ്ങയെക്കുറിച്ച് മോശം അഭിപ്രായമാണ്. അദ്ദേഹം എന്നെക്കുറിച്ചൊരു യൂട്യൂബുകാർ എന്നോട് വൈരാഗ്യം തീർക്കാനായിട്ട് ഒരു വ്യക്തി ചെയ്തു കൂട്ടിയതിനകത്ത് പങ്ക് പറ്റിക്കൊണ്ട് വളരെ മോശമായിട്ടുള്ള കുറേ വീഡിയോകൾ ചെയ്തു. അദ്ദേഹത്തിന് അതാണ് വിശ്വാസം. അതുകൊണ്ട് താങ്കളെ വിശ്വാസമില്ല, താങ്കളെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. വളരെ നന്നാണ്. നമ്മളെ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളത് തിരുത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മളെക്കുറിച്ച് ഒരാൾ ധരിക്കുന്നത് അത് തന്നെയാണ് അതിനകത്തുള്ള ശരി. നമ്മളെന്തിനാ നമ്മുടെ ഊർജം നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി ചിലവാക്കണം? ആരൊക്കെയോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. നശിച്ചാൽ മാത്രമേ മറ്റൊന്നിന് വളമായി അതിനേക്കാൾ ശക്തിയായി വളർന്നു വരൂ എന്നുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനതിന് മറുപടി പറയാനും പോയില്ല. കാരണം അതിനൊന്നും മറുപടി അർഹിക്കുന്നതല്ല. ഒരാൾക്കൊരാളെക്കുറിച്ചുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഇതാണ് ഇതിൻ്റെ ശരി, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും, 2 നമുക്കതിന് പ്രത്യേകിച്ച് അയാളത് വിശ്വസിക്കണമെന്നില്ല. 2 വിശ്വസിപ്പിച്ചിട്ട് നമുക്കെന്ത് നേടാനാണ്? അങ്ങനെ വന്നൊരു പിതാവിനോട് ഞാൻ പറഞ്ഞു, മകളെക്കുറിച്ച്, ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു, മകളെ കൊണ്ടുവരൂ, ഞാൻ മകളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടാണ്, മകളെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം മകളുമായിട്ട് വന്നു.
മകളുമായിട്ട് വന്നപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുട്ടിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്നും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വന്നതെന്നും എനിക്ക് അപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അല്ലേ? അപ്പോൾ തോള് പൊക്കി, ഇന്നത്തെ കാലത്തെ കൂടെ ഇങ്ങനെ ആക്കി. അത് തന്നെ ഒരു അവലക്ഷണമാണ്. ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉചിതമായ മറുപടി. അതിൻ്റെ പോലെ ഇങ്ങനെയുള്ള ഈ വർത്താനം എന്ന് പറഞ്ഞാൽ ഈ മുമ്പിൽ ഇരിക്കുന്ന ആൾ എന്തോ പണം ഉണ്ടാക്കാനായിട്ട് എല്ലാം പിടിച്ചു പറിക്കാനായിട്ട് വന്ന പോലെയാണ് ആ കുട്ടിയുടെ ഒരു മൊത്തം രീതി. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ കാണാം അദ്ദേഹം ആ കുട്ടിയെ എങ്ങനെ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഫലം പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ കുട്ടി ഒരു പുരുഷൻ്റെ പിടിയിലാണ്. ആ പുരുഷൻ അന്യദേശക്കാരനാണ്. ഇവർ തമ്മിൽ ഒരിക്കലും ഒരു വിവാഹ ജീവിതം പാടില്ല. അങ്ങനെ ഒരു വിവാഹ ജീവിതം നടത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയണമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കി. എന്ന് പറഞ്ഞാൽ, നീ എടാ കള്ളസ്വാമി, നീ എന്തോ നീ പറയുന്നത്? നിനക്കെന്താണ് അറിയാവുന്നത്? നിനക്ക് ജാതകം നോക്കിയില്ല, എന്നെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. നീ കുറേ അല്ലിയും വെള്ളവും ഇട്ടും ഇങ്ങനെ കറക്കിയിട്ട് നീ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ ഞാൻ വിശ്വാസം വരുന്നില്ലല്ലേ? പ്രിയപ്പെട്ട പിതാവ് എന്നോട് ക്ഷമിക്കണം, ഇത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. DNA പ്രേക്ഷകരോട്, DNAയിൽ ആയിരക്കണക്കിന് എൻ്റെ വരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവരുടെ മക്കളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുന്ന വളരെ നല്ലതാണെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ നക്ഷത്രക്കാരല്ലേ? അതെ. ഈ കുട്ടി ഇങ്ങനല്ലേ? ഈ കുട്ടിയുടെ ജീവിതത്തിൽ 3 പുരുഷന്മാർ വരും. ഇത് എത്രാമത്തെ പുരുഷനാണ് എന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. തൻ്റെ ജീവിതത്തിൽ തന്നോട് ഇഷ്ടമെന്ന് പറയുകയും ഇല്ലെങ്കിൽ തനിക്ക് ഇഷ്ടം തോന്നുകയും ചെയ്ത 3 പുരുഷന്മാരെങ്കിലും വന്നു കഴിഞ്ഞിരിക്കണം. ഇപ്പം നിലവിലൊരു പുരുഷനുണ്ട്, അത് 4ാമത്തെ പുരുഷനാണ്. അവൻ അന്യദേശക്കാരനാണ്. അവൻ ഇങ്ങനെ രൂപമുള്ളവനാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ചില കാര്യങ്ങൾക്കകത്ത് നമ്മളെ ഇല്ലാതാക്കാനല്ല, നമ്മൾ പറയുന്നത് ശരികളെല്ലാം തന്നെ തെറ്റാണ് എന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളിനെ ബോധ്യപ്പെടുത്താൻ അങ്ങനെയൊന്നുമില്ല, അല്ല അങ്ങനെ ആരുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തലമുറ കൂടി കടന്ന് അതിൻ്റെ അപ്പുറത്തുള്ള ഒരാളുടെ പേരും നാളും നക്ഷത്രവും ദോഷവും അതിൻ്റെ പരിഹാരങ്ങളും രൂപവും ഒക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ അവിടെ വന്ന ദിവസവും വരുന്ന ആയിരക്കണക്കിന്, ഇപ്പോൾ ഈ കഴിഞ്ഞ 6-7 ദിവസം കൊണ്ട് ഞാൻ ഏകദേശം ഒരു 350-370 പേരുടെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ വരുന്നവർ തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും, കഴിഞ്ഞ ആഴ്ച വന്നതല്ലേ, പിന്നെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും. എന്നാലും എൻ്റെ മാറം മുറിപ്പാലത്തറി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ വരുന്നവരോട് എനിക്ക് ഒരു ഇഷ്ടമുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, ആ ക്ഷേത്രം അങ്ങനെ വരുന്ന തുക കൊണ്ട് പച്ച പിടിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അങ്ങനെ ഭീകരമായ പണമൊന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്നു ഇല്ലെങ്കിൽ ആരെങ്കിലും പൈസയൊന്നും പിടിച്ചു പറിച്ചൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വിധിയാണ്, ഈ മകൾ നിങ്ങളുടെ വിധിയാണ്, അത് കർക്കശമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുട്ടി ഇങ്ങനെ ഭയപ്പാടോടുകൂടിയല്ല, എന്നാൽ താൻ എന്താണോ സ്വാമി കള്ളസ്വാമി ഈ പറയുന്നത് എന്ന അർത്ഥത്തിൽ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ഈ വിവാഹം കഴിച്ചാൽ ഈ പറയുന്ന ആൺകുട്ടിയുടെ അമ്മ ഒരു ലോകമറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ എന്താണ് അവരുടെ കുട്ടിയുടെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ? ലോകമറിയപ്പെടുന്നാൽ ദേശം അറിയപ്പെടുന്ന വല്ല നർത്തകിയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകയോ അങ്ങനെ അറിയപ്പെടുന്ന 10 പേരുടെ ഇടയിൽ അറിയപ്പെടാൻ സാധ്യതയുള്ള സ്ത്രീയാണ്. അപ്പോഴല്ലേ ഈ ഒരു ആക്ഷനാണ് ഇത്. നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു പിതാവിരിക്കുന്നത് കൊണ്ട് അതിന് മറുപടി പറയാൻ ഞാൻ നിന്നില്ല. അത് ഞാനൊരു കാര്യത്തോട് എടുത്തില്ല. പക്ഷേ ഉപാസനയിലൂടെ എനിക്ക് പറയുന്നത്, ഇയാൾ ഈ വിവാഹം കഴിച്ചാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴേ ഗംഭീരമായ അടിയാണ്. നിങ്ങൾ തമ്മിൽ ഈ ജാതകം ചേർത്ത് വെക്കാൻ പറ്റില്ല. നിങ്ങൾ 2 ജാതകങ്ങൾ ഒരുമിച്ച് വെച്ചാൽ പോലും അഗ്നി കത്തി പടർന്നു പോകും. ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല. ഈ വിവാഹം നടക്കാനുണ്ടാകുന്ന ഭീകരമായ അവസ്ഥയുണ്ട്. അപ്പോൾ ആ കുട്ടി ഇതൊന്നും ഉൾക്കൊള്ളാനോ പറയാനോ തയ്യാറാകില്ല. കുട്ടിക്ക് പോകണം, വണ്ടി നോക്കണ, വാച്ചിൽ നോക്കുന്നുണ്ട് പോകാനുള്ള, കാരണം ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തത് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പതുക്കെ കൈകൊണ്ട് ആ കുട്ടിയെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോകാൻ തിടുക്കമുണ്ടെങ്കിൽ പൊക്കോളൂ, പോട്ടെ. നശിക്കാനുള്ളതൊന്നും ഇവിടെ ഇനി നമുക്ക് മാറ്റി പറയാൻ പറ്റൂല. നശിക്കാനുള്ളതൊക്കെ നശിച്ചേ പറ്റൂ. ഈ നാശമെന്ന വാക്ക് കേട്ടപ്പോൾ ആ കുട്ടി ഒന്ന് നിന്നു. നശിക്കാനുള്ളതെല്ലാം നശിച്ചേ പറ്റൂ. കുട്ടി ചെയ്യുന്നത് നാശത്തിലേക്കുള്ള പോക്കാണ്. കുട്ടി നാശത്തിലേക്ക് പോവുകയാണ്. ഇന്ന് മുതൽ കുട്ടി പുറകിലേക്ക് എടുത്തോളൂ.
3 വർഷവും 9 മാസം മുമ്പ് ഈ പറയുന്ന ചെറുപ്പക്കാരനൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അവന് 4 വിരലുകളില്ല. 4 വിരലുകളിൽ 5 വിരലുകളിൽ 1 വിരലില്ല. അവന് 4 വിരലേ ഉള്ളൂ. അപ്പം അല്ലേ എന്ന് വെച്ചപ്പം ആണല്ല ആണ്. അവന് 4 വിരലേ ഉള്ളൂ. അവൻ ബൈക്ക് ആക്സിഡൻറ്റ്, അവൻ മദ്യപിക്കും, അവൻ ലഹരി വസ്തു ഉപയോഗിക്കും, അവന് പരസ്ത്രീ ബന്ധമുണ്ട്. വളരെ ശക്തമായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം താങ്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ, അത് മാത്രമല്ല ഇവൻ ഒരുപാട് പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരോടൊപ്പം, അതെനിക്കറിയാം, പ്രണയം നടിച്ച് ജീവിക്കുന്നു, അതെനിക്കറിയാം. അങ്ങനെയൊക്കെ മദ്യപിക്കുകയും പ്രണയം നടിച്ച് ജീവിക്കുന്നവനും ഒക്കെ ജീവിക്കുന്ന ഒരുത്തനോട് അവൻ അപകടം ഉണ്ടാക്കി അംഗവൈകല്യം വന്ന ഒരുത്തനോടും ഇഷ്ടം തോന്നി അതാണ് ശരിയെന്ന് പറഞ്ഞാൽ, ക്യാൻസർ ബാധിച്ച് ഭാര്യ മരിച്ചവരും മറ്റൊരു വിവാഹത്തിന് തയ്യാറാകാതെ തൻ്റെ മകളുടെ ജീവിതമാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. നിങ്ങളൊക്കെ മക്കളാണോ? മക്കൾ. കഷ്ടം തോന്നും. എന്തിനാണ് കുട്ടികൾ? എന്നെ ചിലർ വിളിച്ചു ചോദിക്കും, സ്വാമി ഒന്ന് കാണണം, എന്തിനാണ്? മക്കളില്ല. ഞാൻ പറയും ഭാഗ്യവാനാണ് നിങ്ങൾ. എന്തിനാണ് കുട്ടികൾ? ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറയുന്ന ഞാൻ കണ്ടു. സ്വാമി എങ്ങനെങ്കിലും എങ്ങനെ? ഒരിക്കലും പറ്റൂല. ഈ പെൺകുട്ടി, നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ പെൺകുട്ടി, ആ ചെറുപ്പക്കാരനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അങ്ങനെയാണ്. നമുക്കത് തിരുത്താൻ പറ്റൂല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ വേറൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വല്ല ഒരു അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങൾ തമ്മിൽ വേറെ വല്ല ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അല്ല, അവനതിന് ക്ഷണിച്ചിട്ടില്ലേ? അത് നമ്മളെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനെ അങ്ങ് വിഡ്ഢിയും മണ്ടനും മഠയനും, അത് നമ്മളാണെങ്കിൽ പോലും നമ്മളങ്ങ് വേഷമെടുത്ത് കിട്ടി, അതങ്ങ് അണിഞ്ഞു. ഞാൻ ചിരിച്ചു. ആ പെൺകുട്ടിയുടെ ഒരു ധാർഷ്ട്യമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അല്ലാതെയൊക്കെ വരുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് വേറൊരു കുട്ടി വന്ന് ഇതേപോലെ ചിലരങ്ങ് ദുഃഖിക്കും, അവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഇതാ ധാർഷ്ട്യത്തോടു കൂടി. എന്നാൽ നീ പറയുന്നതൊക്കെ കള്ളമാണടാ കള്ളസ്വാമി. നീ എന്താണ് എനിക്ക് പ്രിയപ്പെട്ടവനെക്കുറിച്ച് നീ പറയുന്നത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയതമനെക്കുറിച്ചാണോ? ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും വയ്ക്കാൻ പോകുന്ന വീടിനെക്കുറിച്ചും ഞങ്ങൾ ഭൗതികമായി ജീവിക്കുന്ന സ്വപ്നതുല്യമായ ഗൃഹങ്ങളെക്കുറിച്ചും ആഡംബരമായി ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളസ്വാമി വന്നിരുന്ന ജോബ് ഇട്ടുകൊണ്ട് പറയുകയാണ്, ഈ വിവാഹം കഴിച്ചാൽ സംഭവിക്കുന്ന ഇങ്ങനെയൊക്കെയാണെന്ന്. ആ അച്ഛൻ്റെ കണ്ണീര് ഞാൻ കണ്ടു ശരിക്കും. ഞാൻ ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് പൊക്കോളൂ. ഇതിൻ്റെ ഫലം ഞാനിവിടെ പറയില്ല, ഇത് അനുഭവിച്ച് തീർത്ത്. എനിക്ക് 63 വയസ്സായി. എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ദുരന്തം ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം ആ കുട്ടി മറ്റെന്തോ പറയാൻ വന്നപ്പോൾ ഞാൻ പറയൂ, എന്താണ് പറയാൻ വരുന്നത് എന്ന് ചോദിച്ചു. എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇതാണ് ചോദ്യം. അതിനകത്ത് ആ അവജ്ഞയും ഒക്കെ നല്ലതുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പരിഹാരം? ഒരു പരിഹാരമില്ല. ഇയാൾ അനുഭവിക്കാൻ പോകുന്നതൊന്നും മാറ്റാൻ എന്നെക്കൊണ്ട് പറ്റൂല. ദൈവം ശിക്ഷിച്ചവരെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചവരെ കൂടെ ദൈവം ശിക്ഷിച്ച് കളയും. അതുകൊണ്ട് തന്നെ പോലുള്ള ഒരു മകളെ സൃഷ്ടിച്ച ഈ പിതാവാണ് ഈ ലോകത്തിലെ ഏറ്റവും പാപം ചെയ്തവൾ. ആ പാപം ചെയ്ത മനുഷ്യൻ. തൻ്റെ അമ്മ ഭാഗ്യവതിയാണ്. കാരണം തന്നെപ്പോലൊരു മകളെ പ്രസവിച്ചു കൊടുത്തിട്ട് അവർ ക്യാൻസർ രോഗം വന്ന് മരിച്ചു. അവർ ജീവിച്ചിരുന്നെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചേനെ. ഇതൊക്കെ നിങ്ങളൊക്കെ ഒരു കുട്ടിയുടെ അമ്മയാകാൻ കഴിഞ്ഞാൽ ഒരു നല്ല ദാമ്പത്യ ജീവിതം, ഇത് അച്ഛനെ പോലെ വിവാഹം കഴിക്കാതെ താനൊക്കെ കൊച്ചിയിലെ അമ്മ മരിച്ചതിന് ശേഷം ഇദ്ദേഹം ആരെങ്കിലും ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ കൂടെ ആഡംബരപൂർവ്വമായ ജീവിതം നയിച്ച് ഭൗതിക ജീവിതത്തിൽ ഭ്രമിച്ച് ജീവിക്കുമ്പം അവരുടെ ആട്ടും തുപ്പും കേട്ട് ചെകിട്ടത്തടിയും കേട്ട് പിന്നെ അഗ്നി കൊണ്ട് പൊള്ളിച്ച് ഒക്കെ ജീവിച്ച് വികൃതമാക്കി ചവിട്ടി തേച്ച് പഠിപ്പിക്കാതെയൊക്കെ കളഞ്ഞിരുന്നെങ്കിൽ തനിക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാകും. ഈ മനുഷ്യൻ വിവാഹം പോലും കഴിക്കാതെ താനെന്ന് പറഞ്ഞ് തനിക്ക് ചോറ് കെട്ടി താൻ പഠിക്കുന്ന കോളേജിൻ്റെ മുമ്പിൽ ഒന്ന് വാതിക്കെ നിന്നുള്ള മനുഷ്യനല്ലേ ഇത്? ഞാൻ വെറുതെ പറഞ്ഞാണ്, ഒരു ക്രിയേഷനാണ്. അങ്ങനെയുള്ളൊരു അച്ഛൻ്റെ ഈ കണ്ണീര് കുടിപ്പിക്കുന്നതിൻ്റെ ഫലം ഇയാൾ അനുഭവിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. ഈ കല്യാണം അത് ഞാൻ എന്നിട്ട് ശ്യാമിനോട് പറഞ്ഞു ഇതൊന്ന് നോക്കാൻ. ശ്യാമ ആ പടം നോക്കിയിട്ട് പറഞ്ഞു, സ്വാമി ഇത് മുഴുവൻ അധമമാണ്, ഈ ഗ്രഹനില അനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ വിവാഹം കഴിപ്പിക്കരുത്. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും ആ കുട്ടി എഴുന്നേറ്റു. ഇനി കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, നീ അവിടെ ഇരിക്കുക,
അപ്പോൾ രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ആ ടോണിനൊരു വ്യത്യാസം വന്നു. ഞാൻ പറഞ്ഞു എന്തിനിരുത്തണം, പോയി നശിക്കട്ടെന്ന് ഞാൻ പറഞ്ഞു. പോയി നശിക്കട്ടെ. ഞാൻ എത്രയും 100 ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചെയ്യരുത്, വിവാഹം കഴിപ്പിക്കരുത്, പ്രണയവും ഒക്കെ 2 ദിവസം കൊണ്ട് പ്രണയവും പിന്നെ കാമവും ഒക്കെ തീർന്നു കഴിയുമ്പം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയി ചെയ്യും. ശരീരത്തിൻ്റെ ആവശ്യതയ്ക്ക് വേണ്ടിയിട്ട്, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, പ്രണയം പ്രാണനിൽ നിന്നുണ്ടാകണം. എൻ്റെ ആരാച്ചാരുടെ മകളുടെ നോവൽ അതാണ്. അതില്ലാതെ ഭൗതികമായിട്ടുള്ള വെറും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം, ശാരീരിക ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രണയം നടിച്ചു കൊണ്ടുവന്ന് പെൺകുട്ടികളെ നശിപ്പിച്ച് കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലുന്ന ഒരുത്തൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ. അത്തരം രീതികൾ എൻ്റെ മനസ്സ് ഇന്നലെ മുഴുവൻ അസ്വസ്ഥമായിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ 3 ദിവസമായി ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട്. 3 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി ഞാൻ അസ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചറെ, ഒരു കണക്കിന് നമ്മൾ വലിയ ഭാഗ്യവതിയും ഭാഗ്യവാന്മാരായിട്ട്. എന്താ സാമിച്ച എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാരണം നമുക്ക് മക്കളില്ലല്ലോ, നമ്മളാൽ ജനിക്കപ്പെട്ട മക്കളില്ലല്ലോ, നമ്മൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലല്ലോ. നമുക്ക് എന്താണ് വലിയ ആഗ്രഹം? നമുക്ക് പുസ്തകങ്ങൾ എഴുതുക, പുസ്തകങ്ങൾ വിറ്റുക, അതുകൊണ്ട് ജീവിക്കുക. മക്കളെയും മാമ്പുക്കളെയും കണ്ട് കൊതിക്കരുത് എന്ന് പറയുന്ന ആ സത്യം. അപ്പോൾ എന്താണ് സംഭവം? ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അങ്ങനെ ഫോൺ എടുക്കാനില്ല, ലാൻഡ് ഫോൺ എടുത്തപ്പോൾ കാന്തല്ലൂർ സ്വാമിയല്ലേ? അതെ, സുനിൽ പരമേശ്വരനാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അവിടെ ഇന്നെന്ന് പറഞ്ഞാൽ ആ 3 ദിവസം മുമ്പ്, 3-4 ദിവസമായി, ഇന്നയാളുടെ മകൾ വന്നിരുന്നപ്പോൾ നിങ്ങളുടെ ജാതകത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ആ പയ്യനെ, അതൊരു സത്യമുണ്ട്, ആ പയ്യൻ്റെ കുറിച്ച് ഞാൻ വളരെ മോശമായി പറഞ്ഞിരുന്നല്ലോ, നിങ്ങളെനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, അവിടെ ബുക്ക് ചെയ്തിട്ട് വരൂ. അങ്ങനെയല്ല നിങ്ങളെ കാണേണ്ടേ, നിങ്ങൾ ഇങ്ങനെയുള്ള സ്വാമിയല്ലേ, കള്ള സ്വാമിയല്ലേ, നിങ്ങൾ മറ്റേ നിങ്ങളുടെ ആശ്രമം അങ്ങനല്ലേ, ഇങ്ങനല്ലേ, നിങ്ങളെക്കുറിച്ച് ഇവിടെ കേസില്ലേ, കോടതിയില്ലേ, ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയൂ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? എനിക്കൊന്നും അറിയാനില്ല, നിന്നെ എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഓ ശരി, കാണാം. എന്താ, എവിടെ വെച്ച് കാണണം? ഞാൻ അങ്ങോട്ട് വരുമോ അതോ നീ ഇങ്ങോട്ട് വരുമോ, എങ്ങനെയാണ് എന്ന് ചോദിച്ചു. സംഭവം എന്താണ്? ഈ പെൺകുട്ടി, നിങ്ങൾ ആ തന്തയുണ്ടല്ലോ, അവളെ അച്ഛൻ നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞു തന്നില്ലേ, നേരിട്ട് വന്നു. അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് ഒഴിഞ്ഞു മാറാൻ. അയാൾ വന്ന് എൻ്റെ കാര്യവും രൂപവും എൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾ ഇവിടെയും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. നിന്നെപ്പോലുള്ള സ്വാമിമാരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട്, സഖാവാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തൊരു ഒരു ഭാഷ അതിനകത്ത് പറയുന്നത് കേട്ടു. നമ്മൾ എന്താണ് ഇതിനൊരു മറുപടി പറയേണ്ടത്? ഒരു അച്ഛൻ്റെ ദുരന്തം. അയാളെ ഞാൻ ആദ്യമായിട്ട്, അയാൾ അതിന് മുമ്പ് വന്നിരുന്നു. മകളെ ഞാൻ പറഞ്ഞു, അയ്യോ കണ്ണേഷി ഉപാസന ആദ്യം പറയണമെങ്കിൽ ആൾ വന്ന് 1 രൂപ നാണയം വെച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് പകരം അയാൾ മകളെയും കൊണ്ടുവന്നപ്പം ഈ സംഭവങ്ങൾ പറഞ്ഞു. ഈ പെണ്ണ് ചെന്ന് അയാളെ വിളിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഈ അച്ഛൻ മുമ്പിൽ വന്ന് വീണ്ടും പറഞ്ഞതാണെന്ന് വിചാരിച്ച് എന്നെ വിളിച്ചിട്ട് എന്നെ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് കാണിച്ചതും ഒരുപാട് കണ്ടതുമൊക്കെ ഞാൻ ആയതുകൊണ്ട് ശരി ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഇനിയിപ്പോൾ അവൻ്റെ കത്തിപ്പിടിയിലാണ് നമുക്ക് തീരാനുള്ളതാണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന, പ്രേമിക്കുന്ന, പ്രണയിക്കുന്ന ഒരു സ്മാരകം പോലെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെയുള്ള എൻ്റെ ദാമ്പത്യത്തെ തകർക്കാനായിട്ടാണ് ഇത്തരം കള്ളസ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ ഒരു പിച്ചാത്തിപ്പിടിയിൽ ഒതുക്കാൻ ഞങ്ങൾക്കറിയാം എന്നുള്ള അവൻ്റെ ആ ടോണ്. നീ വെമ്പായത്തല്ലേ താമസിക്കുന്നത്, ഈന്തിവിളയിൽ, നിന്നെക്കുറിച്ച് ഞങ്ങളെല്ലാം അന്വേഷിച്ചു. ഞാൻ എന്താണ് ഇതിനകത്ത് പറയേണ്ടത്? അതുപോലെ ഇന്നലൊരു പെൺകുട്ടി അമ്മയും വന്നിരുന്നു. ആ പെൺകുട്ടി നല്ല പെൺകുട്ടി, അവളൊരു ഡൈവോഴ്സ് കഴിഞ്ഞതാണ്, മറ്റൊരു പയ്യനുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ട്. അത് കാരണം ഇതിൻ്റെ അനുഭവം വെച്ചാണ് പറഞ്ഞത്. ദോഷങ്ങളുണ്ട്, ആലോചിച്ചിട്ട് തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ എന്ത് പറയാനാണ്? വരാൻ പോകുന്നതൊന്നും വഴിയിൽ തടാൻ നമുക്ക് കഴിയില്ല. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ പറ്റുള്ളൂ. ഇവരൊക്കെ മാതാപിതാക്കളായി കഴിയുമ്പോൾ, മാതാവും പിതാവും ഒക്കെ ആയി കഴിയുമ്പോൾ, പൂർവികരിൽ നിന്ന് വന്നു ചേർന്ന ദോഷങ്ങളും പൂർവ്വജന്മത്തിലെ ദോഷങ്ങളെല്ലാം കൂടെ അനുഭവിച്ച് മറ്റൊന്നായിത്തീരുമ്പോൾ ഈ ദോഷങ്ങളെല്ലാം അനുഭവിച്ച് അവസാനം മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തിൻ്റെ മടിത്തട്ടിലേക്ക് വീണ് മരിക്കാൻ വിധിക്കപ്പെട്ട കുറേ മനുഷ്യജന്മങ്ങളുടെ മുമ്പിൽ നമ്മളും ഇതെല്ലാം കേട്ട് സർവ്വതും സഹിക്കാനുള്ള ശക്തി തരണേ ഈശ്വര. ഇന്നും ജീവിക്കുന്നല്ലോ, ഇനിയും ദുഃഖങ്ങൾ കേൾക്കാൻ ഞാൻ ജീവിക്കുന്നല്ലോ, ഇനിയും നാം പറഞ്ഞു കൊടുത്തിട്ട്, നമ്മുടെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇങ്ങനെ മാതാപിതാക്കളെ എന്തിനു സൃഷ്ടിക്കണം, എന്തിനിങ്ങനെയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കണമെന്ന് ദൈവത്തിനോട് ചോദിക്കുന്നു. ഉത്തരങ്ങളില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.